പെണ്ണിനെ മുണ്ടിച്ചു വെച്ച ജനത്തെ അള്ളാഹു ശപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എവിടെയുണ്ട് മുസ്ലിയാരെ ഈ ഹദീസ് ബുഖാരിയിൽ ഉണ്ടടാ, ഈ ഹദീസ് മുസ്ലിമിൽ ഉണ്ടടാ. സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഫിതൻ എടുത്തു നോക്ക്. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ചില സ്റ്റേജുകളിൽ പോലും ഇതാ പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നു. പെണ്ണുങ്ങൾ പ്രസംഗിക്കുക. നാട്ടിലെ നേതാക്കന്മാർ ഉമറാക്കൾ ബാക്കിൽ അവളെ മൂട്ടിന്റെ ദുബറിന്റെ ബാക്കിൽ ഇരിക്കുക. എടാ ഇതിനെന്ത് ദീനി എന്നാ പറയുക? മിണ്ടിയ നിങ്ങൾ തലവെട്ടുമെങ്കിൽ തലവെട്ടുന്ന പേടി റഹ്മത്തുള്ളാഹില്ല. വെട്ടണ തല ആരുടെ പേടിക്കുന്ന തലയും കൊണ്ട് നടക്കും? പുണ്യ മുഹമ്മദ് മുസ്തഫ നിന്നെ പറ്റിയല്ലേടാ പറഞ്ഞത്. അപ്പൊ പറയും മറ്റു പലരിലും അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ബേക്കിൽ പോവില്ല. മറ്റു പലരിലും വ്യഭിചാരം ആരാധനയായി നടത്തിയ സമുദായമില്ലേ? നയ്യം തുടങ്ങിക്കോ. ആരാധനാലയങ്ങളിൽ വ്യഭിചാരം നേർച്ചയാക്കിയ സമുദായം ഇവിടെ ഉണ്ടല്ലോ, തുടങ്ങിക്കോ നയ്യ്. നഗ്നരായി ആരാധിക്കുന്ന സമുദായമില്ലേ ഇവിടെ നാട്ടിൽ, ലോകത്തില്ലേ? ആണും പെണ്ണും നഗ്നരായി ആരാധിക്കുന്ന ജനതയില്ലേ? നയ്യ് തുടങ്ങിക്കോ. لا يطوفن هذا البيت عريان بعد يومها മക്കാഫത്തിന്റെ ദിവസം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്താ പറഞ്ഞത്? ഇനി ഒരാണോ പെണ്ണോ നഗ്നരായി വഴിക്ക് വന്നു പോകരുത്. എന്താ അതിന്റെ അർത്ഥം? ശിർക്കിന്റെ കാലഘട്ടത്തിൽ നഗ്നരായി തവാഫ് ചെയ്യുന്ന ആണുങ്ങളും ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ തവാഫ് നമ്മളും തുടങ്ങിയാൽ എത്ര പൈസ ഇല്ലാത്ത കാലാണെങ്കിലും തിരക്കൂടെ അല്ല, നീ താക്കാത്താണ്, പൈസ ഇല്ല, നോട്ടൊക്കെ പ്രധാനമന്ത്രി പിൻവലിച്ചു എന്നൊന്നും ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. ആർക്കും ഇവിടുന്ന് അവിടെ നിന്ന് പോരാൻ തോന്നൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ല എന്താ ഈ പറയുന്നത്? വലിയ വലിയ പോത്ത് പോലത്തെ പെണ്ണുങ്ങളും മുസ്ലിം വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് പ്രസംഗിക്കുക, ബാക്കിൽ പോത്ത് പോലെ ആണുകൾ ഇരിക്കുക, എന്നിട്ട് അവരെ നമ്മൾ മുസ്ലിം നേതൃത്വം എന്ന് വാഴ്ത്തുക. ഇതിന്റെ മാന എന്താ? മുത്തുനബി പറയുക, ലഅനല്ലാഹു ഖൗമൻ, ആ ജനതയെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹബീബല്ലേ ഇവിടെ പറയേണ്ടത്? ഇവിടെ ഒരാൾക്കും വഹിയില്ല. വഹി ഇറങ്ങിയത് അവസാനത്തെ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. ആ ആള് പറഞ്ഞ നിയമമാണ്. ആ നിയമം മാറ്റാൻ ഇവിടെ ഒരാൾക്ക് അധികാരമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. MES എന്നൊരു സംഘടനയുണ്ട്, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരിൽ. ഈ സംഘടന 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സംഘടനയാണ്. ആ സംഘടനയുമായി കേരളത്തിലെ പല സയ്യിദന്മാർക്കും ഉമറാക്കൾക്കും ബന്ധമുണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട്ടെ കുറ്റിച്ചിറയിൽ ഒരു MES പൊതുവേദിയിൽ ഒരു പെണ്ണ് പ്രസംഗിച്ചപ്പോൾ ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും മഹാനായ ഖായിദുൽ ഖൗം ബാഫഖ് തങ്ങൾ പറഞ്ഞു, ഇനി ആ സംഘടനയുമായി നമുക്ക് ബന്ധമില്ല. ഇത് അബദ്ധം സംഭവിച്ചു പോയതാണ് എന്ന് തിരുത്തി പറയാൻ അക്കാലത്തെ MESന്റെ നേതാവിനോട് ആവശ്യപ്പെട്ടു. ശംസുൽ ഉലമ അടക്കമുള്ള മഹാന്മാർ അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ അവർ തിരുത്തിയില്ല. സമുദായത്തിന്റെ വണ്ടിച്ചക്രം ഒന്ന് പുരുഷനാണെങ്കിൽ ഒന്ന് പെണ്ണാണ് എന്ന് അവർ ശംസുൽ ഉലമ അടക്കമുള്ള ആലിമീങ്ങളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കി. ശംസുൽ ഉലമയുടെ മറുപടി പിറ്റേ ദിവസം കേരളത്തിലെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. അപ്പോൾ ചിലർ വിളിച്ചു പറഞ്ഞു, മുസ്ലിയാക്കന്മാര് ആളാകാൻ വേണ്ടി പ്രസ്താവന ഇറക്കുകയാണ്, ആണിലോകം സുഖപ്പെട്ടാലും പത്രത്തിൽ വരും എന്ന് പറഞ്ഞ് മഹാനായ ശംസുൽ ഉലമയെ കളിയാക്കി.
പക്ഷേ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ പറഞ്ഞു ഇനി എംഇഎസുമായി ബന്ധമില്ല. 40 കൊല്ലം മുമ്പ് ഏതൊരു കാരണത്താലാണോ എംഇഎസിനെ വർജിച്ചത്, ഇന്ന് ആ കാര്യം പൊതുവേദികളിൽ പരസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വളരെ ഹക്കാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിന് 40 കൊല്ലത്തിനിടയിൽ ഒരു പുതിയ നിയമം റസൂൽ ഇറക്കി തന്നിട്ടില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ ഒന്നും കൂടി വന്നിട്ടുണ്ടെങ്കിൽ തിരക്കടില്ല നമുക്ക് പറയായിരുന്നു. അന്നത്തെ നിയമമല്ല അന്നത്തെ നിയമം. ന്യൂ ടെസ്റ്റ്മെന്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഇങ്ങനെ പഴയ 2 വകുപ്പുണ്ട് ക്രിസ്ത്യാനികൾക്ക്. നമ്മൾ അങ്ങനെ 2 വകുപ്പില്ല, നമുക്ക് ഒറ്റ വകുപ്പേ ഉള്ളൂ. നമ്മൾ അൽ ഹനീഫിയത്തു ശരീഅത്തുൽ ഹനീഫിയത്തുൽ ബൈളാ, പ്രശോഭിതമായ അടിസ്ഥാന നിയമങ്ങളാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. ഇതൊക്കെ ആഖിർ സമാന്റെ അടയാളമാണെന്ന് ചിന്തിക്കണം. മുഅ്മിനെ ആർക്കെങ്കിലും വേണ്ടിയുള്ള കോലം കെട്ടലല്ല ദീൻ എന്ന് പറയുന്നത്. സമുദായം ഏത് കാലഘട്ടത്തിലും പുച്ഛിച്ചു തള്ളിയതാണ് ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങൾ. എന്താ ബിദ്അത്ത്? അത് മറ്റേ പാർട്ടി പറയും ഇത് ബിദ്അത്താണ്, നിങ്ങളെ പറ്റി അവർ പറയും ബിദ്അത്താണെന്നാണല്ലോ മുസ്ലിയാരെ. ബിദ്അത്തിന് ഞാനൊരു എളുപ്പ ഉദാഹരണം പറഞ്ഞു തരാം. ബിദ്അത്തിനെ തിരിച്ചറിയാനുള്ള ഒരു ഉദാഹരണം പറയാം. ആദ്യത്തെ ബിദ്അത്ത് ഖവാരിജാണ്. ഖവാരിജിന്റെ ഏറ്റവും വലിയ കാര്യം എന്താ? അവരുടെ ഏറ്റവും വലിയ വാദം എന്താ? ഖവാരിജ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാദം എന്താ? ഔലിയാക്കളില്ല, ആരിഫീങ്ങളില്ല, അങ്ങനെ പ്രത്യേക വിഭാഗത്തിന് യാതൊരു വിലയും ഇല്ല. ആര് ഔലിയാക്കൾ നിഷേധിച്ചോ അവരാ ബിദ്അത്തിനെ വെച്ച്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശാഖാപരമായതല്ല. ഈ ഇരിക്കുന്നത് ഒരു സയ്യിദാണെങ്കിൽ ഈ സയ്യിദിന്റെ ആദ്യത്തെ വല്ലിപ്പ സയ്യിദ്ന അലിയാണ് റളിയല്ലാഹു അൻഹു എന്ന് പറ. സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു ഒരു കാലെടുത്ത് അപ്പുറത്തേക്ക് ചവിട്ടുമ്പോഴത്തേന് ഒരു വട്ടം ഖുർആൻ ഖത്തം തീർത്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട കിതാബുകളിൽ കാണാം. അത്രയും വലിയ മഹാനാണ് മഹാനായ സയ്യിദ്ന അലി റളിയല്ലാഹു. അതെങ്ങനെ കഴിയുമെന്ന് നമ്മൾക്ക് തോന്നും. നമുക്കത് മനസ്സിലാകാത്തത് നമുക്കത് കഴിവില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് കഴിവില്ലല്ലോ, നമുക്ക് മനസ്സിലാവില്ലല്ലോ. 10 ലക്ഷം ഹദീസ് മനപ്പാഠം ഉണ്ടായിരുന്നു ഇമാമിനെ ശാഫിഈ. അതിപ്പോ നമുക്ക് മനസ്സിലാവില്ലല്ലോ അതെങ്ങനെയാണത്. നമുക്ക് ആ കഴിവില്ല. ബഹുമാനപ്പെട്ട സയ്യിദ്ന അലി ബിൻ അബീ ത്വാലിബിനെ ലോകം കണ്ട ഔലിയാക്കന്മാരുടെ ബാപ്പയാണ് സയ്യിദ്ന അലി. വലിയ മഹാനാ സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന്റെ സ്ഥാനം 4-മത്തതാണെങ്കിലും അവർ അഹ്ലു ബൈത്തിന്റെ ഉപ്പയാണ്. ആ നിലക്ക് അവർ വല്ലാതെ ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. സ്വഹാബത്തിന്റെ സ്ഥാനം 1 സിദ്ദീഖ്, 2 ഫാറൂഖ്, 3 ഉസ്മാൻ, 4 സയ്യിദ്ന അലി. ഇതന്നെ തർത്തീബ്. പക്ഷേ എല്ലാവരാലും ആദരിക്കപ്പെട്ട മഹാനാണ് സയ്യിദ്ന അലി. ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഹിജ്റ 40ന്റെ 17ന്റെ 17 ആണ്ടിന് സുബഹി നിസ്കാരത്തിന്റെ നേരത്ത് സുബഹിയുടെ ബാങ്ക് കൊടുത്തപ്പോൾ ആളുകളെ വിളിക്കാൻ തുടങ്ങി, ജനങ്ങളെ അണിയിക്കുവേൻ. കൂഫ അങ്ങാടിയിൽ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളെ വിളിക്കുകയാണ് സയ്യിദ്ന അലി. അന്ന് ഖലീഫയുമാണ് സയ്യിദ്ന അലി. ജനങ്ങളെ എണീക്കുവീൻ, സുബഹിന്റെ ബാങ്ക് കൊടുത്തു, എണീക്കുവീൻ എന്ന് പറഞ്ഞു സയ്യിദ്ന അലി. ആ നേരത്ത് ഖവാരിജികൾ ഓടി വന്ന് അദ്ദേഹത്തെ പിടികൂടിയിട്ട് തറയിൽ കിടത്തിയിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഹിജ്റ 40ന്റെ 17 ആണ്ടിന്റെ അന്ന്. ചിന്തിക്ക്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ആരാ ചെയ്തത്? ആദ്യത്തെ ബിദ്അത്തിന്റെ കക്ഷിയായ ഖവാരിജ്. ഞാൻ വിശദീകരിക്കുന്നില്ല, അങ്ങനെ ചില പ്രമാണങ്ങളുടെ ചർച്ച പറയേണ്ട വിഷയമല്ല ഇത്. എന്നാലും ഞാൻ പറയാ, അത്തരം ആളുകൾ ഇന്ന് സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയാണ്. അവരെ പിൻഗാമികൾ, അഹ്ലു ബൈത്തിനെ നിഷേധിക്കുന്നവർ. അഹ്ലു ബൈത്തിന് വരല്ല എന്ന് പറയുന്നു. അഹ്ലു ബൈത്ത് ഇന്ന് ഇവിടെ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു, ഒരു പ്രഭാഷകനെ പറ്റി, ഒരു ബിദ്അത്തിന്റെ പ്രഭാഷകനോട് ഒരു വേദിയിൽ വെച്ച ഒരാൾ ചോദിച്ചു, അഹ്ലു ബൈത്തിന് വിഭാഗം ഉണ്ടോ? അപ്പോൾ അയാളുടെ മറുപടി,
ഇനി ഉണ്ട് എന്നൊന്നാലും അതിന് വലിയ വിലയൊന്നുമില്ല. ഇനിയില്ല, ഇനി ഉണ്ട് എന്നൊന്നാലും അഹ്ലു ബൈത്തിന് വലിയ വിലയൊന്നുമില്ല. എങ്ങനെയുണ്ട്? പ്രഗൽഭനായ സമൂഹത്തിൽ എല്ലാവരും പിന്തുണ കൊടുക്കുന്ന ഒരു പ്രഭാഷകൻ. പക്ഷെ ആള് ബിദ്അത്തിന്റെ കക്ഷിക്കാരനാണ്. അവർക്ക് അഹ്ലു ബൈത്തിന് ഒരു വിലയുമില്ല, അവര് സയ്യിദിന് വിലയില്ല, വലിയിന് വിലയില്ല. ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ അധികരിക്കുക. വളരെ നമ്മൾ ചിന്തിക്കണം, വളരെ ഗൗരവമായി ആലോചിക്കണം. തിന്മകൾ അധികരിക്കുക, അക്രമം അരാജകത്വം അധികരിക്കുക, മനുഷ്യ സ്നേഹം ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു പോവുക. ഏതെങ്കിലും ഒരു മതത്തെ ഇല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മേൽ മേക്കിട്ട് കയറാനല്ല മുഹമ്മദ് മുസ്തഫ വന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായി പുണ്യ മദീന, മദീനത്തുർ റസൂൽ, മദീന എന്ന പുണ്യ നഗരം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഈ പുണ്യ നഗരമാകുന്ന മദീന ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മദീന. ആ മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവിധ സഹകരണവും ഉണ്ടായിരുന്നു, സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ ധാരാളം മദീനയിൽ ഉണ്ടായിരുന്നു. അവരോട് എന്തെങ്കിലും ഒരു അപശബ്ദം പുണ്യ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയോ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയല്ലേ മദീന പള്ളി? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നബിയോട് സംസാരിക്കാൻ വേണ്ടി ക്രിസ്തീയ പാതിരിമാർ കയറി വന്നു. ആ ക്രിസ്തീയ പാതിരിമാർ മദീന പള്ളിയിൽ കയറി വന്നപ്പോൾ പുണ്യ മുഹമ്മദ് മുസ്തഫ അവരുടെ ആരാധനയുടെ സമയമായപ്പോൾ പുണ്യ മുഹമ്മദ് മുസ്തഫ മദീന പള്ളിയിൽ അവർക്ക് ആരാധനയുടെ സൗകര്യം ചെയ്തു കൊടുത്തു. മുഹമ്മദ് മുസ്തഫ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആരാധിക്കാൻ ഉണ്ടാക്കി തന്റെ കൈകൊണ്ട് പണിത മദീന പള്ളിയുടെ കഥയാ പറയുന്നത്. എങ്ങനെ ഒരു മുസ്ലിം ഭീകരവാദിയായി, എങ്ങനെ ഇന്ന് മതങ്ങൾക്കിടയിൽ ശത്രുത അധികരിച്ചു? മതമല്ലാകുന്ന കാലഘട്ടത്തിലാണ് മതവിശ്വാസികൾക്കിടയിൽ അക്രമം അധികരിക്കുക, സ്പർദ്ധ അധികരിക്കുക. സമൂഹത്തിന് നന്മ കൊണ്ട് നേതൃത്വം നൽകേണ്ട ആളുകൾ തന്നെയും വർഗീയമായി പ്രസംഗിക്കുക, പ്രവർത്തിക്കുക, വർഗീയത അധികരിപ്പിക്കുക. ലോകരാജ്യങ്ങളിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടുണ്ട്. തങ്ങളുടെ സ്വഹാബികൾ, അനുചരന്മാർ ലോകരാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അവഹേളിച്ച് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം സ്വഹാബികൾക്കില്ല. അവരുടെ മാർഗമല്ലേ മാർഗം? ചിന്തിക്കുക. ഇപ്പോഴുള്ള പണി എന്താ? ഇപ്പോൾ എങ്ങനെയൊക്കെ അകലാൻ കഴിയുമോ എന്ന വിധത്തിൽ മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ തന്നെ സ്പർദ്ധയെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇവിടെ വന്നു. ഏതെങ്കിലും ആ കാലഘട്ടത്തിൽ ഇവിടെ ഗീതയുണ്ട്, രാമായണമുണ്ട്. ഏതെങ്കിലും ഒരു പ്രവാചക അനുചരൻ വന്ന് ഗീതയെ വെല്ലുവിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. ഏതെങ്കിലും പ്രവാചക സ്വഹാബി അനുചരൻ ഇവിടെ വന്നിട്ട് മഹാഭാരതത്തെ, രാമായണത്തെ നിസ്സാരവൽക്കരിച്ചിട്ടില്ല. അതിനെതിരെ ഒരു പരിഹസിച്ചൊരു ഒരു വരി പറഞ്ഞിട്ടില്ല, ഒരു പൊടുവേര് കിട്ടിയിട്ടില്ല. എന്താണ് അവർ ചെയ്തത്?
അസ്ഹാബി കന്നുജൂമി ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവർ ഓരോ രാജ്യങ്ങളിൽ പോയി ജീവിച്ചു. ആ രാജ്യങ്ങളിലെ ജനങ്ങൾ ഇവരുടെ വല്ലാത്ത മഹിതമായ ജീവിതം കണ്ടപ്പോൾ ആ മാർഗത്തേക്ക് ഒഴുകി വന്നു. അവർ സത്യം പഠിപ്പിച്ചു, നീതി പഠിപ്പിച്ചു, ധർമ്മം പഠിപ്പിച്ചു, നീതി പഠിപ്പിച്ചു. ഇസ്ലാം നിലനിൽക്കുന്നത് നീതിയുടെ പേരിലാണ്. അന്ത്യനാളായാൽ നീതി ലഭിക്കുന്ന നീതിപീഠങ്ങളില്ലാതെയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നീതി ഇല്ലാതാവുക. അലിക്കെതിരിൽ കേസ് കൊടുത്തു. സയ്യിദുനാ അലി ബിൻ അബീ ത്വാലിബിനെതിരിൽ ഉമർ ബിൻ ഖത്താബിന്റെ കോടതിയിൽ കേസ് കൊടുത്തു. ഒരു ജൂഡൻ എല്ലാവരും ആദരിക്കുന്ന നേതാവാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് എന്ന മഹാനായ ഫാറൂഖ് ഉമർ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ സർവാദരണീയനായ അലി ബിൻ അബീ ത്വാലിബിനെതിരെ കേസ് കൊടുത്തു. അങ്ങനെ കേസ് വിചാരണയ്ക്ക് വേണ്ടി അലിയെ വിളിച്ചു, ജൂതനെയും വിളിച്ചു. ഖലീഫ ഉമർ ബിൻ ഖത്താബ് തന്റെ കോടതിയിലേക്ക് വിളിച്ചു. അങ്ങനെ രണ്ടാളെ വിചാരണ ചെയ്യാൻ വേണ്ടി വരുത്തി. ജൂതൻ നേരത്തെ വന്നു, കോടതിയിലെത്തി. അലി ഒരൽപ്പം താമസിച്ചു വന്നു, ഒരൽപ്പം താമസിച്ചു. അപ്പോൾ ജഡ്ജിയുടെ കസേരയിൽ ഖലീഫ ഉമർ ഉണ്ട് റളിയല്ലാഹു അൻഹു. അപ്പുറത്ത് ജൂതൻ തന്റെ വാദഗതി ഉന്നയിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഒരൽപ്പം നേരം വൈകി അലി റളിയല്ലാഹു അൻഹു വന്ന ഉടനെ അലിയോട് പറഞ്ഞു, യാ അബുൽ ഹസൻ ഇലാ ജംബി, അബൂ ഹസനെ അങ്ങോട്ട് നിൽക്ക്, അയാളുടെ അരികിലേക്ക് നിൽക്ക്, എനിക്ക് നിന്നെ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞു. അബുൽ ഹസൻ എന്ന് വിളിച്ച് സംബോധന ചെയ്തു. അങ്ങോട്ട് നിൽക്കുന്നു. അപ്പോൾ അലിയുടെ മുഖച്ഛായ മാറി. അലിക്കൊരു ദേഷ്യം വന്നതുപോലെയായി. ഒരു വിഷമം, ജഡ്ജിക്ക് വിഷമം. അതായത് ജൂതൻ വന്നു, കുറച്ച് കഴിഞ്ഞ അലിയും വന്നു. അലിയോട് പറഞ്ഞു, ജൂതന്റെ അടുത്തേക്ക് നിൽക്ക്, അയാളുടെ അടുത്തേക്ക് നിൽക്ക്, എനിക്ക് നിന്നെ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അലിയുടെ മുഖമൊന്ന് മാറി. ഖലീഫക്കൊരു വിഷമവും തോന്നി. കാരണം അലി എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ്. അയാളെ അങ്ങോട്ട് നീക്കി നിർത്തിയപ്പോൾ അലിക്കൊരു കസേര കൊടുക്കാണ് വേണ്ടത്. പക്ഷെ അവിടെ നിർത്തി സംസാരിച്ചപ്പോൾ, അങ്ങോട്ട് നിർത്തിയപ്പോൾ ഒരു വിഷമം അയാളെ മുഖത്തുണ്ടായ അലിയുടെ. അത് ഉമർ ബിൻ ഖത്താബിന് ഒരു വിഷമായി തോന്നി. അലിക്ക് എന്തോ ഒരു ദേഷ്യം വന്നല്ലോ എന്ന് കോടതി പിരിഞ്ഞു. വൈകുന്നേരമായപ്പോൾ അലിയാരുടെ വീട്ടിൽ ഉമർ ബിൻ ഖത്താബ് ഖലീഫ പോയി. എന്നിട്ട് വാതിൽ തട്ടി. അലി വാതിൽ തുറന്നു. അപ്പോൾ ഖലീഫ പറഞ്ഞു, അഫ്വൻ ബിമഅദിറത്തൻ, മാപ്പാക്കണം. അത് കോടതിയാണ്. ജൂതന്റെ അടുത്ത് ജൂതൻ വാദിയാണ്, നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്കൊരു കസേരട്ട് തരാൻ എനിക്ക് കഴിയൂല, കോടതിയല്ലേ. അതുകൊണ്ട് കോടതി നടപടിക്രമമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് നിർത്തി സംസാരിച്ചത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ അപമര്യാദ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അലിയോട്. മനസ്സിലാവുന്നുണ്ടാ? അപ്പോൾ അലിയാരുടെ ദേഷ്യം ഇരട്ടിച്ചു. അലിയാർ പറഞ്ഞു, ഉമർ ഖലീഫ, നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. എന്താന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടത് നിങ്ങൾ ചൂടന്റെ അടുത്തേക്ക് എന്നെ മാറ്റി നിർത്തിയതിലല്ല. പിന്നെ നിങ്ങൾ എന്നെ അലിയെ എന്നാ വിളിക്കേണ്ടത്. കോടതിയിൽ വന്നാൽ എന്റെ പേര് അലി എന്നാണ് നിങ്ങൾ എന്നെ വിളിക്കേണ്ടത്. എന്നെ ബഹുമാനിച്ചാദരിച്ച് മദീനക്കാർ വിളിക്കുന്ന പേരാണ് അബുൽ ഹസൻ. ജഡ്ജിയായ നിങ്ങൾ എന്നെ ബഹുമാനിച്ച് അഭിസംബോധന ചെയ്താൽ ജൂതനായ പ്രതിഭാഗത്തിന് വാദിക്ക് അയാൾക്ക് നീതി ലഭിക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു. നിങ്ങൾ നീതിമാനല്ലാതെയാണോ എന്ന് ഞാൻ ആലോചിച്ചു. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടതെന്ന് സയ്യിദ്ന അലി. ഇങ്ങനെയുണ്ടോ ഒരു ചരിത്രം? ഇതൊന്നും മനോരമയിലോ ബാലരമയിലോ എന്ന കഥയല്ല. മനുഷ്യൻ ഈ ഭൂമിയിൽ നെയ്ത നീതിയുടെ
ഛായാചിത്രങ്ങളാണ്, മനുഷ്യന്റെ ജീവിതത്തിന്റെ കാൽപ്പാടുകളാണ്, നീതിയുടെ കാൽപ്പാടുകൾ. അല്ലാഹു അവർക്കൊക്കെ വലിയ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കട്ടെ. നിങ്ങൾ എന്താ ചിന്തിക്കാത്ത? അപ്പൊ എന്തുമല്ല ഇതുണ്ടായത്? നീതി. ഇസ്ലാം എന്ന നിസ്കരിക്കലൊന്നുമല്ല, നിസ്കാരം അതിൽ പെടുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പോലീസുകാരൻ രാവിലെ എണീറ്റാല് റൈഫിൾ ഇങ്ങനെ ഇവിടെയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കവാത്ത് നടത്താറുണ്ടല്ലോ. അതാണോ പോലീസിന്റെ ധർമ്മം? പോലീസിന്റെ ധർമ്മം കള്ളനെ പിടിക്കലാണ്. ഇതതിൽ പെടുന്നേ ഉള്ളൂ. കള്ളനെ പിടിക്കാനുള്ള ഒരു കവാത്ത് എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തണം. ഇല്ലെങ്കിൽ അവർക്കൊക്കെ വലിയ കൊടവേറ് വന്നിട്ട് പിന്നെ കള്ളന്മാർ വന്നാൽ ഓടാൻ കഴിയില്ല. നിങ്ങളിവിടെ ഉണ്ടാവോ? പറഞ്ഞത് മനസ്സിലായോ? പറയട്ട. എന്തിനാ പോലീസുകാരൻ എപ്പോഴും ഇങ്ങനെ കവാത്ത് നടത്തിയ എന്തിനാ? ഇവൻ കവാത്ത് നടത്തിയില്ലെങ്കിൽ കള്ളം വരുമ്പോൾ ഇവന് ഓടാൻ കഴിയില്ല. പോലീസുകാരൻ രാവിലെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കവാത്ത് നടത്തി റൈഫിൾ അവിടെ വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ എന്ത് പോലീസ്? നിസ്കരിക്കലല്ലോ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ധർമ്മം. ഇസ്ലാമിന്റെ ധർമ്മം നീതിയാണ്, സത്യമാണ്, ധർമ്മമാണ്. അതിനാണ് ഇസ്ലാം വന്നത്. അതില്ലെങ്കിൽ പിന്നെ എന്ത് വിലയിട്ടുള്ളത് ഇതിനുള്ളത്? ചിന്തിക്ക്. ഷാമിൽ നിന്ന് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള എണ്ണ കൊടുത്തയച്ചു അവിടുത്തെ ഗവർണർ മദീനയിലേക്ക്. ആ എണ്ണ കിട്ടിയപ്പോൾ മദീനയിലെ മിസ്കിന്മാരായ ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ ആളയച്ചു ഖലീഫ ഉമർ ബിൻ ഖത്താബ്. അങ്ങനെ അവർ വന്നു. എണ്ണ ഇങ്ങനെ അളന്നു കൊടുത്തു മിസ്കിന്മാർക്ക്. അപ്പോൾ മിസ്കിന്മാർക്കുള്ള എണ്ണ ഇങ്ങനെ അളന്നെടുത്തിട്ട് ഉമർ ബിൻ ഖത്താബ് മകന്റെ കൈ കൊടുക്കും. മകൻ അത് പാവപ്പെട്ട മിസ്കിന്മാരുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ 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 ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നു. അളന്നളന്നളന്ന് അങ്ങനെ എണ്ണ കഴിഞ്ഞു. മിസ്കിന്മാർ പോയി കഴിഞ്ഞു. എല്ലാവർക്കും എണ്ണ കിട്ടി. പാത്രം കാലിയായി കഴിഞ്ഞു. രണ്ടാളും, മകനും ബാപ്പയും, ഖലീഫ ഉമറും മോനും തിരിച്ചു പോരാൻ ഒരുങ്ങുന്ന നേരത്ത് മകന്റെ കയ്യിൽ കുറച്ച് എണ്ണ ഉണ്ട്, കൈവിരലിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അത് മകൻ എന്ത് ചെയ്തു? മുടിയഴയിൽ ഇങ്ങനെ വരസി പിടിപ്പിച്ചു. മനസ്സിലായില്ല? മിസ്കിന്മാർക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും പറഷ്ട കയ്യിൽ എണ്ണ വരുമല്ലോ. അപ്പൊ ഈ എല്ലാരും പോയി കഴിഞ്ഞു. എല്ലാവർക്കും എണ്ണയും കൊടുത്തു. പാത്രം കാലിയായി. അപ്പൊ ഖലീഫ ഉമറിന്റെ മകൻ എന്ത് ചെയ്തു? ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉരസി പിടിപ്പിച്ചു. അപ്പോൾ ഖലീഫ പാത്രം അവിടെ വെച്ചിട്ട് അവന്റെ കയ്യിൽ പിടിച്ചു. പിന്നെ നേരെ ബാർബറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇവന്റെ മുടിക്ക് സാധുക്കളെ എണ്ണ കുടിക്കാൻ വലിയ ഇഷ്ടം, അതുകൊണ്ട് അതാണ് വരണ്ടി കളഞ്ഞേക്ക്, ഇങ്ങനെ വേണ്ട. എങ്ങനെയുണ്ട് എന്താ പറഞ്ഞേ? അവിടുന്ന് നമുക്ക് തിരുവനന്തപുരത്തേക്കും ഡൽഹിയിലേക്കുള്ള ദൂരം എത്ര ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ഖലീഫ ഉമറിന്റെ നിധിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രാമരാജ്യം എന്ന് മഹാനായ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുക. നീതിയൊക്കെ എടുത്തു പോവുക, ധർമ്മമില്ലാതിരിക്കുക, മനുഷ്യൻ ശത്രുവാവുക, ധർമ്മം എടുത്തു പോവുക. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബൈനാത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. ഞാൻ വേദഗ്രന്ഥവും ഇറക്കി, ത്രാസും ഇറക്കി എന്നാണ് പറഞ്ഞത്. വേദഗ്രന്ഥവും ഇറക്കി, ത്രാസും ഇറക്കി. ഞാൻ വേദഗ്രന്ഥവും ഇറക്കി, ത്രാസും ഇറക്കി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, ഞാൻ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥവും നൽകി, ത്രാസും നൽകി. ത്രാസും നൽകി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവാചകനും ത്രാസം പിടിച്ചൊന്നും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അതിനൊരു ഉള്ളർത്ഥമുണ്ട്. വേദഗ്രന്ഥത്തിന്റെ സാരാംശം നീതിയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു വേദഗ്രന്ഥം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം നടപ്പിലാക്കലല്ല, നോമ്പ് നടപ്പിലാക്കലല്ല, അത് അതിൽ പെടുമെന്നേ ഉള്ളൂ.
ഒരു നാട്ടിൽ നിസ്കാരമുണ്ട്, നീതിയില്ല എങ്കിൽ അവിടെ ഖുർആനില്ല. ഒരു നാട്ടിൽ നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, കരുണയില്ല എങ്കിൽ അവിടെ ഖുർആനില്ല. ഒരു ജനതക്ക് നിസ്കാര തഴമ്പുണ്ട്, പക്ഷേ പരസ്പരം വിശ്വാസമില്ല. നല്ല തഴമ്പുണ്ട്, തഴമ്പിനൊന്നും അത്ര വലിയ പണയില്ല. ഈ ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ ഒക്കെ കൊണ്ടുവരുന്ന നല്ല കാർപ്പറ്റില് ഒരു 2-3 ദിവസം നിസ്കരിച്ചാൽ നിസ്കാര തഴമ്പായി. കാരണം വാള് പോലെയുള്ള മൂർച്ചയുള്ളതാണ് ആ കാർപ്പറ്റിന്റെ ഒക്കെ രോമങ്ങൾ, ഭയങ്കര കട്ടിയാണ്. 2 ദിവസം കൊണ്ട് നിസ്കാരത്താകുമ്പോൾ ഒരു പണിയല്ല. അത് ആർക്കുള്ള കാലഘട്ടമാണ്. എന്നും എവിടെയും നിസ്കാരത്താകുമ്പാണ്. അങ്ങനെയാണ്. അതുകൊണ്ടൊന്നും സത്യമതം ഉണ്ടാവൂല. അപ്പൊ സത്യമതത്തിന്റെ ഉള്ളെന്താ? പരസ്പര വിശ്വാസം. വിശ്വാസം എടുത്തു പോവുക, നീതി എടുത്തു പോവുക, കരുണ എടുത്തു പോവുക. മനുഷ്യ മനസ്സിൽ അക്രമം മുളപൊട്ടുക. മനുഷ്യൻ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കറിയൂല. ഏറ്റവും മോശപ്പെട്ട ആളെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കറിയൂല നബിയെ. فقال النبي صلى الله عليه وسلم من اعتذر فلم يقبل عذره. ഒരാൾ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞു, അപ്പോൾ അനുവാചകൻ അത് സ്വീകരിച്ചില്ല, അയാളാണ് ഏറ്റവും മോശപ്പെട്ടവനെന്ന് മുഹമ്മദ് മുസ്തഫ.